ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് 2 തരം ഗനാഷിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വിപ്പിംഗ് ക്രീമിന് പകരമായി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗനാഷ്. അപ്പോൾ ആദ്യത്തേത് കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഗനാഷാണ്. രണ്ടാമത്തേത് ചോക്ലേറ്റ് കോമ്പൗണ്ട് വെച്ചുണ്ടാക്കുന്ന ഗനാഷാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 1/2 ടേബിൾ സ്പൂൺ, ബട്ടർ 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 നുള്ള്, വാനില എസൻസ് 1/4 ടീസ്പൂൺ, പാല് 250 ml. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടാം. മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടാം. ഒരു നുള്ള് ഉപ്പിടാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ബട്ടർ അൺസോൾട്ടഡ് ആണ്, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തേക്കുന്നത്. സോൾട്ടഡ് ബട്ടർ എടുക്കുകയാണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അല്പം പാല് ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കാം. പാല് അല്പം ചൂടാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. നമുക്ക് ലംസ് ഒന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് കലക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇതിലേക്ക് കലക്കി വെച്ചേക്കുന്ന മിക്സ് ഒഴിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുറുക്കിയെടുക്കേണ്ടത്. അടിയിൽ പറ്റാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറുകുന്ന വരെയാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. 3 തൊട്ട് 5 മിനിറ്റ് വരെ സമയമെടുക്കും. കുറുകി വരുന്നുണ്ടിത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാകാറായി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. വീണ്ടും ഒന്ന് ഇളക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായി കഴിഞ്ഞു. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ രണ്ടാമത്തെ ഗനാഷ് റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഞാനിവിടെ വൈറ്റ് കോമ്പൗണ്ടാണ് എടുത്തേക്കുന്നത്. അതുകൂടാതെ അല്പം ബട്ടറൂടെ വേണം. കോമ്പൗണ്ട് 3 ടൈപ്പിൽ കിട്ടാറുണ്ട്: വൈറ്റ് കോമ്പൗണ്ട്, മിൽക്ക് കോമ്പൗണ്ട്, അതുകൂടാതെ ഡാർക്ക് കോമ്പൗണ്ട്. നമ്മൾ ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ആണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ വൈറ്റ് കോമ്പൗണ്ട് വെച്ചാണ് ഗനാഷ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് നമുക്ക് ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കാം. എല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന ചോക്ലേറ്റിൻ്റെ ബൗള് ഇറക്കി വെക്കാം. എന്നിട്ട് ചോക്ലേറ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഉരുകി വരുന്നുണ്ട്. നന്നായിട്ട് കലക്കി കൊടുക്കാം.
ഇതിലേക്ക് അല്പം ബട്ടർ ഇടാം. ഇളക്കി കൊടുക്കാം. ബട്ടർ ഇടുന്നത് ഇത് ഹാർഡാകാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.